ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നോമ്പ് സമയമാണല്ലേ, അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ചെയ്യാം. ബ്രെഡ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റുമാണ്, നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് നല്ല തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 3 സ്ലൈസ് ബ്രെഡ് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് പരീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം, ഇത് പൊടിഞ്ഞു പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പറ്റുവാണെങ്കിൽ എല്ലാം ഒരേ വിധത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഈ സൈഡ് ഒന്നും കളയണമെന്നില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ സൈഡ് ഏതാണ്, വൈറ്റ് ഭാഗം ഏതാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ സൈഡ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 3 ബ്രെഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഉണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പരന്ന കുഴിയുള്ള പാത്രം എടുക്കുക. അതായത് നമ്മൾ ആ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് മുക്കാൻ പറ്റണം, ഇതിനകത്ത് ഡിപ്പ് ചെയ്യാൻ പറ്റണം. അപ്പം അതിനാണ് പരന്ന കുഴിയുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത്. ഇതിലേക്ക് 2 കോഴിമുട്ട എടുക്കാം. ഒത്തിരി ചെറിയ കോഴിമുട്ട ആണെങ്കിൽ നിങ്ങൾ 3 എടുത്തോളൂ കേട്ടോ. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. എരിവിനാവശ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കുമ്പോൾ അത്ര ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കുരുമുളക് ചതച്ചതോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കാം. നിങ്ങൾക്ക് ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഇനി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ചിക്കൻ മസാല ചേർക്കാം. ചിക്കൻ മസാല നിങ്ങളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ആയാലും മതി. ഗരം മസാലയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഗരം മസാല കൂടുതലായി കഴിഞ്ഞാൽ ഒരു കുത്ത് വരും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നമ്മൾ ബ്രെഡിനകത്ത് ഓൾറെഡി ഉപ്പിൻ്റെ ടേസ്റ്റ് കാണുമല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിന് വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് കൂടാതെ നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയിട്ട് വേണം കേട്ടോ. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ ബ്രെഡ് ക്രംസ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ്, പിന്നെ എഗ്ഗിൻ്റെ മിക്സ്ചർ, പിന്നെ ഒരു പരന്ന പാത്രത്തിൽ ഒരു 3/4 കപ്പോളം ബ്രെഡ് ക്രംസ് എടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനുള്ളൊരു പാൻ വെക്കുക. നല്ല കട്ടിയുള്ളൊരു പാൻ വെക്കുക. പാൻ ചൂടാവട്ടെ നന്നായിട്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ഒരുപാട് ഓയിൽ നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ, കാരണം ഈ ബ്രെഡിന് അധികം വണ്ണവും തിക്നെസ്സും ഒന്നും ഇല്ലല്ലോ. കണ്ടോ, ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ ഓയിൽ ഒഴിച്ചേക്കുന്നത്. ഇനി കട്ട്ലേറ്റിന് ചെയ്യണ അതേ രീതി തന്നെയാണ് ഇതിനകത്തും. ഫസ്റ്റ് നമ്മൾ എഗ് മിക്സ്ചറിൽ മുക്കണു, അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണു, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതിനകത്തും. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, കാരണം ബ്രെഡ് അല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ വെക്കാൻ പാടില്ല. ആദ്യം തന്നെ ബ്രെഡിൻ്റെ ഒരു പീസ് എടുക്കാം. എഗ് മിക്സ്ചറിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് നേരം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുതിർന്നിട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് കോട്ടായാൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി ഇത് നേരെ ബ്രെഡ് ക്രംസിൽ മുക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ എഗ്ഗിൻ്റെ മിക്സ്ചർ ആയി കാണും. അപ്പോൾ ആ കൈ കൊണ്ട് തന്നെ, ആ വിരലുകൊണ്ട് തന്നെ നമ്മളിത് മൊത്തം ഇതാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബ്രെഡ് ക്രംസിലൊക്കെ ആ എഗ്ഗിൻ്റെ മിക്സ്ചർ ആവും, കട്ട പിടിക്കും. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നമ്മളെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കൈയിൻ്റെ നനവൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്ത് അപ്പം തന്നെ എണ്ണയിലേക്ക് ഇടാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്യാം. ഫ്ലെയിം കൂടി പോവാതെ നോക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കാരണം ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാലും മാത്രം മതി. കളർ വരുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല അത് ചെയ്യാനായിട്ട്, എന്നാൽ നല്ല കിടിലൻ ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ കൂടെയോ, ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും നല്ല ചൂട് ചായയുടെ കൂടെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റമദാനൊക്കെയാണ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക.
ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.